ഇതിൻ്റെ അകത്ത് കുറച്ച് ഉൽപ്പന്നങ്ങൾ നിങ്ങളെന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികൾക്കും നമ്മൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കഫ്നീര്, അതായത് കഫക്കെട്ട് പ്രശ്നങ്ങളായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രതിവിധിയായിട്ടുള്ള കഫ് സിറപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചേരുവകൾ തുളസി, ആടലോടകം, അങ്ങനത്തെ ഉള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളാണ്. അതായത് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയും അവരൊക്കെ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരുമായിരുന്നു. നമുക്ക് ചുമ കഫക്കെട്ടിനൊക്കെ പോകാൻ അതിൻ്റെ അകത്ത് ഒരുപാട് പച്ചമരുന്നുകൾ നമുക്ക് അവരിട്ട് തന്നു. പക്ഷെ ഇന്ന് പുതിയ തലമുറയെ നമുക്ക് ആകെ നമ്മൾ അറിയുന്നത് തുളസിയില മാത്രമാണ്. പക്ഷെ തുളസിയിലയിൽ മാത്രം കൊണ്ട് അല്ല നമുക്കന്ന് ചുക്ക് കാപ്പി അനത്തി തന്നിരുന്ന അത് കഴിച്ചിരുന്നവർക്ക് മനസ്സിലാവും ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു എരിവും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് ഒരു വട്ടം ഉപയോഗിക്കാൻ എല്ലാവർക്കും മടിയാണ്. കാരണം ഇത് ഞാൻ പറയുന്നത്, ഞാൻ ഡോക്ടറല്ല, അല്ലെങ്കിൽ ഇപ്പം ഇത് തരുന്നത് ഡോക്ടറല്ല. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങളാണ് ഉള്ളിൽ ഉണ്ടാവുക. ആ സംശയം തീർക്കാനുള്ള ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാൻ, ഡോക്ടർക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഒരു ഡോക്ടർക്ക് ഫീസ് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അങ്ങനെ ആ 200 രൂപ ഡോക്ടർക്ക് ഫീസ് കൊടുത്തു ഡോക്ടർ എഴുതുന്ന ബില്ലിൽ വരുന്ന മരുന്ന് വാങ്ങാൻ എത്രയായാലും ഒരു 500 രൂപ വേണം. അപ്പോൾ 500ഉം 200ഉം 700 രൂപയായി. 700 പിന്നെ നമ്മൾ പോയ വണ്ടിയുടെ ചിലവ്. നമ്മൾ ജോലിക്കാരാണെങ്കിൽ ആ ജോലി ചിലപ്പോൾ അന്ന് ലീവ് പറഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടി. ഈ നഷ്ടങ്ങളൊന്നും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാതെ ഇപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ വരുമ്പോൾ 200 രൂപയെന്ന് നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് പൈസ പല കാര്യങ്ങൾക്കും ചിലവഴിക്കുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 200 രൂപ ചിലവാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഒരു വട്ടം പോകുമ്പോൾ തന്നെ ഒരു 1000 രൂപ ചിലവ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളുടെ കുട്ടികൾക്ക്, ഒരു കുട്ടിക്കാണെങ്കിൽ ഇത് 3 ബോട്ടിൽ കൊടുക്കുക. അത്രയും കഫക്കെട്ടായി പ്രശ്നമായി നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ബോട്ടിൽ കൊടുത്തോളം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. 3 ബോട്ടിൽ കൊടുക്കുക. 3 ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു 600 രൂപ വരുന്നുള്ളൂ. നിങ്ങൾ ഒരു വട്ടം ഡോക്ടറെ അടുത്ത് പോയിട്ട് വാങ്ങുന്ന മരുന്നിൻ്റെ ഇതേ വരുന്നുള്ളൂ ഒരു മാസത്തെ കോഴ്സിന്. പക്ഷെ നിങ്ങൾ ഈ ഒരു മാസത്തിൽ എത്ര വട്ടം ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും? അതാ പറഞ്ഞത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു റിസ്ക്. കാരണം ഇത് അത്രയും നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഇതിൽ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഇപ്പോൾ വാങ്ങിയവരുണ്ട് ഇതിൽ കുറച്ച് പേര്, അവർക്കത് കഴിച്ചതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇപ്പോൾ ഇത് വില കൂടുതലാണ്. ഇതിൻ്റെ എല്ലാവരും പറയുന്നത് എന്താ വെച്ചിട്ട് പ്രൊഡക്റ്റിന് വില കൂടുതലാണ്. വില കൂടുതൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒറിജിനൽ സാധനങ്ങൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് മാർക്കറ്റിൽ 10 രൂപയുടെ ബിസ്ക്കറ്റും കിട്ടാനുണ്ട്, 50 രൂപയുടെ ബിസ്ക്കറ്റും കിട്ടാനുണ്ട്. പക്ഷേ ഈ 50 രൂപയുടെ ഇതിൽ വരുന്നത് ഒരു 30 രൂപ 35 രൂപയുടെ ഇൻഗ്രീഡിയൻസ് നല്ല സാധനങ്ങൾ വരും. പക്ഷേ ഈ 10 രൂപ എന്ന് പറയുന്ന ബിസ്ക്കറ്റിൽ വരുന്ന 3 രൂപയുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ രണ്ടിൻ്റേതായ ക്വാളിറ്റിയെ കാണുള്ളൂ. അതുകൊണ്ടാണ് വില കൂടിയാലും, വില കൂടി എന്ന് പറഞ്ഞ് നിങ്ങൾ തഴഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനൊരു ഇത് നിങ്ങളോട് മുന്നിൽ പറയുന്നത്. നമ്മൾ വില കൂടി വെച്ചിട്ട് നമ്മളൊന്ന് ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് പറ്റൂലേ? നമ്മൾ കൂടുതലൊന്നുമല്ല, വെറും 200 രൂപയെ പറയുന്നുള്ളൂ. നമ്മൾ ഈ പുറത്തുനിന്ന് കുട്ടികൾക്ക് എന്തൊക്കെ ഫുഡ് വാങ്ങി കൊടുക്കുന്നുണ്ട്. അത് നല്ലതാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബോട്ടിലേലും വാങ്ങി ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അതേപോലെ ഇത് മാത്രമല്ല, ഇതിൽ വരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. എൻ്റെ മോൾക്ക് പീരിയഡ്സ് സംബന്ധമായ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ മരുന്നിന് വേണ്ടി ഒരു ദിവസം അവൾക്ക് ഒരു ഗ്ലാസ് പച്ചമരുന്ന് എനിക്ക് വന്നിരുന്നത് 80 രൂപ ചിലവാണ്. പക്ഷേ ഇതിൽ ഉമ്മൻ കമ്പാനി എന്ന് പറഞ്ഞിട്ട് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ആർത്തവമായ പ്രശ്നങ്ങൾക്ക് സ്ത്രീകൾക്കായാലും ഉണ്ട്. അപ്പോൾ അതിന് വരുന്നത് 340 രൂപ ഒരു ബോട്ടിലും വരുന്നുണ്ട്. പക്ഷേ അതിന് ഞാൻ പറയുന്നു, അതിന് അത്രയും വില പോരാ, വില കൂട്ടണം. കാരണം ഞാൻ എൻ്റെ മകൾക്കൊരു പ്രശ്നമായിട്ട് ഈ മരുന്നല്ല കൊടുത്തത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ മോളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് പച്ചമരുന്ന് ഒരു ഗ്ലാസ്സാണ് കൊടുക്കേണ്ടി വന്നത്. ഒരു ദിവസം 80 രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് 6 മാസം കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഒരു മാസം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഈ ഉമ്മൻ കമ്പാനി കൊടുക്കേണ്ടി വന്നാലേ ചിലവ് വരുന്നത് വെറും 680 രൂപ വരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരു മാസത്തിൻ്റെ ഒരു 10 ദിവസം കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് 800 രൂപ ചിലവ് വന്നിട്ടുണ്ട്. അതാണ് ഈ ഇത് ഒരു മരുന്നായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളല്ല ഇതിലുള്ളതൊന്നും.
പക്ഷെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒപ്പം ഭക്ഷണം പോലെ തന്നെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്, വന്ന രോഗങ്ങളെ മാറ്റാനല്ല, വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ റേറ്റാണ് എല്ലാവരുടെയും. പക്ഷെ ഈ റേറ്റിൻ്റെ കാര്യമാണ് ഞാൻ മുന്നേ പറഞ്ഞത്. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പവർ പോലെ ഇരിക്കും റേറ്റും. കാരണം നമുക്ക് അറിയാം, എന്തൊരു സാധനത്തിൻ്റെ നല്ലൊരു സാധനമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ റേറ്റ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഗുളികയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർഫിൻ്റെയോ ഇതുവരെ നിങ്ങൾ ഗുണങ്ങൾ എന്താന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സെർച്ച് ചെയ്യില്ല. കാരണം നമുക്ക് വേഗം മാറണം, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ പറയുന്ന ഒരു ചുമയുടെ മരുന്ന് സിറപ്പ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഒരു കൊച്ചിന് കൊടുക്കുമ്പോൾ ആ കൊച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം എന്താന്ന്. പക്ഷെ ആ കാരണം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ കുട്ടികൾക്ക് വിഷം തന്നെയല്ലേ നമ്മൾ കൊടുക്കുന്നത്. മാറ്റി കൊടുക്കാൻ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നത്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഒന്നിനും നമുക്ക് ടൈമില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. എന്തിനും നമുക്കൊരു ടൈം വേണം. ആ ടൈം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. ആവശ്യത്തിന് എടുക്കാൻ ടൈമില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ടൈമുണ്ട്. അപ്പം എന്നിട്ട് അതാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പ്രൊഡക്റ്റുകളൊന്നും വില കൂടുതലാന്ന് പറഞ്ഞ് നിങ്ങൾ റിജക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്നത് വാങ്ങി നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ കൊടുക്കുക. അതുപോലെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് സുഹൃത്തുക്കളിലേക്ക് മാറ്റുക. പിന്നെ ഇത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വരുമാനമായിട്ട് ഉപയോഗിക്കുക. വരുമാനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഒരു പേസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി തരുന്നത് 130 രൂപ റേറ്റിലാണ്. അത് നമ്മൾ കൊടുക്കുന്നത് 150 രൂപ MRPയിലാണ്. 50 രൂപ കിട്ടും ഒരു പേസ്റ്റിന്. ഒരു ദിവസം നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾ ഉപയോഗിക്കുക അല്ലാതെ ആദ്യമേ തന്നെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ ഞാൻ പറയില്ല. നിങ്ങൾ ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അത് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഇത് കൊടുക്കാൻ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു വിഷമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമല്ല. അത്രയും പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു പേസ്റ്റ് തന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്കത് അടുത്ത ആൾക്കും പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വഴിയാണ് എനിക്ക് കിട്ടിയത്, ഇതിങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നിങ്ങൾ ചെയ്യുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി